ബൈക്കിൻ്റെ പുറയിലൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ MVD പിടിക്കും എന്നൊക്കെയുള്ള വാർത്ത ഉണ്ടായിരുന്നു. പിന്നെ സഞ്ജു ടെക്കി അത് എപ്പോഴും പറയുന്നുണ്ട്. ഒരു വീഡിയോ കണ്ടു, അവന് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, കേരളത്തിൽ ഏറ്റവും ഭീകര അന്തരീക്ഷമാണ്, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത നമുക്ക് കണ്ടുപിടിച്ച്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ MVD ആവട്ടെ പോലീസാവട്ടെ ആരും ശ്രദ്ധിക്കാത്ത ഒരുപാട് വലിയ വലിയ പുള്ളികൾ, അതായത് വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കാശുള്ളവരും ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥിരം മണ്ടത്തരം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കാം. ഇതല്ല കേട്ടോ, ഇതാണേ ഫ്രണ്ടിൽ ആരാ കയറിയത്? ഇതെന്ന് പറഞ്ഞാൽ പിള്ളേരെ, ആ പ്രായത്തിലുള്ള പിള്ളേരൊന്നും ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല, അത് മടിയിൽ. വേറെ ഏതെങ്കിലും രാജ്യത്താണേൽ ഇത് പ്രശ്നമാണേ. ഇതിപ്പോൾ പേട്ടനാണ് ചെയ്തേക്കുന്നത്. MVDക്ക് പിന്നെ അതിനുള്ള വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പേട്ടൻ രക്ഷപ്പെട്ട്. ഇനി അറിയത്തില്ല വല്ല ഫൈൻ അടിക്കുന്നുണ്ടോന്ന്. പക്ഷേ ഈ രാജ്യത്ത് അടിക്കാൻ സാധ്യതയില്ല. സീറ്റ് ബെൽറ്റ് ഒക്കെ ലക്ഷറിയിൽപ്പെടുത്തിയ രാജ്യമല്ലേ. പക്ഷേ ഹെൽമെറ്റ് ഇല്ലാതെയും ഹെൽമെറ്റ് ഇല്ലാതെയും പോട്ടെ, പുറകെ ഇരുന്ന് സംസാരിക്കുന്നവനൊക്കെ പെറ്റിയടിക്കുമെന്ന് പറഞ്ഞ രാജ്യത്ത് ബാക്കി എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തെന്ന് വിചാരിച്ചു. ഇതൊന്നും ആരും അറിയുന്നൊന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള സീറ്റൊക്കെ ഉണ്ട്, അതൊന്നും എടുത്ത് ഫിറ്റ് ചെയ്ത് മേടിക്കുകയൊന്നുമില്ല. കാറൊക്കെ മേടിക്കും, എന്നിട്ട് കൊച്ചിനെ മടി വെച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അത് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇതൊക്കെ മീഡിയയുടെ മുന്നിൽ വന്ന് കാണിക്കുക. ഇത്രയും മണ്ടത്തിൽ ഇപ്പോൾ കണ്ടേ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടേ ഇരിക്കുന്നു. വണ്ടി ഓടിക്കുമൊന്നുമല്ല, ചുമ്മാ ഇരിക്കുക. നിർത്തിയിട്ടാൽ പോലും വണ്ടി ഇറങ്ങുന്ന വരെ സീറ്റ് ബെൽറ്റ് ഊരരുതെന്നാണ് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിരിക്കുന്നത്. ആരാടാ നിൻ്റെ ഗുരുനാഥൻ? ഒരു ദിവസം 100 ദിവസം മാറി. അതെന്ത് ഗുരുനാഥൻ? അങ്ങനൊന്നും ഇല്ല. നമ്മളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞ കാര്യം വേറൊരു രാജ്യത്ത് നടക്കത്തില്ല കേട്ടോ. ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇവരെയൊക്കെ വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകത്തുള്ളൂ. സഞ്ജു ടെക്കി ഒന്നും പിടിച്ച ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഗുണമുള്ള കാര്യം ചെയ്യണം, അല്ലാണ്ട് ചുമ്മാ അതും ഇതും പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാരെ നശിപ്പിക്കാനും ആരുടെയെങ്കിലുമൊക്കെ സന്തോഷം ഇല്ലാണ്ടാക്കാനും മാത്രം ജീവിച്ചാൽ പോരാ. ഇമ്മാതിരി നിയമം ഉണ്ടാക്കുന്നവരും അത് പാലിക്കുന്നവരും അത് നിയമപാലകർന്ന് പറഞ്ഞ് ഇറങ്ങി നിന്ന് ഈ പോക്കറ്റ് അടിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. കൊള്ളാന കാര്യമൊന്നും ചെയ്തിട്ടില്ല. ബസ്സിലെവിടെ സീറ്റ് ബെൽറ്റ്? എന്താ ബസ്സിൽ സീറ്റ് ബെൽറ്റ് വേണ്ടേ? അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. സ്പീഡ് റെസ്ട്രിക്ട് ചെയ്തേക്കുന്നിടത്തൂടെ എല്ലാം ഓവർ സ്പീഡ് വണ്ടി പോകുന്നുണ്ട്. ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്, ബോർഡിനടിയിൽ കൂടെ ഹെവി വെഹിക്കിൾസ് ഓവർടേക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. എന്തൊക്കെ കാണണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കരുതി അങ്ങ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ചെയ്ത്തൊക്കെ കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇതൊക്കെയാണ് ശ്രദ്ധിക്കണ്ടേ?